ഹായ് ഹലോ. അപ്പൊ ഞാൻ വന്നിട്ടുള്ള ഒരു വീക്ക്ലി മന്ത്ലി ഹെയർ കെയർ റൊട്ടീൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ, വളരെ ഈസിയാണ്, അതേപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീനാണ്. അത് വീക്ക്ലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതിൽ മന്ത്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നമുക്കൊരു വീക്ക്ലി കെയർ റൊട്ടീൻ എന്താണെന്ന് പറയാം, അതിനുശേഷം നമുക്ക് മന്ത്ലിയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് വീക്ക്ലി നമ്മൾ ഒരു 2 to 3 ടൈംസ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യണം, ഷാമ്പൂ ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഞാൻ ഇപ്പം കറന്റ് യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഈ ലോറിയലിന്റെ ഫാർ റെസിസ്റ്റ് 3X എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പൂ ആണ് ഇത്. ആന്റി ഹെയർ ഫാളിന്റെ ഷാമ്പൂ ആട്ടോ. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാമ്പൂ ആണ്. ഇത് വെച്ചിട്ട് ഒരു വീക്ക്ലി ഒരു 2 to 3 ടൈംസ് ഞാൻ ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ഷാമ്പൂ ചെയ്യാറുണ്ട്. ഈ ഷാമ്പൂ ചെയ്തതിനു ശേഷം നമ്മൾ മസ്റ്റ് ആയിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഞാൻ ഏത് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് പറയാം. ഇതിന്റെ തന്നെ സെയിം കണ്ടീഷണർ കൂടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് കണ്ടീഷണർ, ഇത് ഷാമ്പൂ, ഇത് കണ്ടീഷണർ. ഇത് രണ്ടുമാണ് ഞാൻ നിലവിൽ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 to 3 ടൈംസ് ഹെയർ വാഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് സെറം. സെറം യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറം, ഇതാട്ടോ. ഈ സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഇതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും അടിപൊളി സെറമാണ്. കാരണം നമ്മൾ സെറം യൂസ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. കാരണം വീടിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ. പല സ്ഥലങ്ങളിലും പല വെയിലും ചൂടും പൊടിയും കാറ്റും ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം സെറം എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സെറം നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യും, പൊല്യൂഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹെയർ മോയ്സ്ചർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, നല്ല ഷൈനിങ്ങും നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറം യൂസ് ചെയ്യണം. ഓക്കെ, ഇതിന്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ വീക്ക്ലി നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും മാസ്ക് ഇടണം. എന്തെങ്കിലും മാസ്ക് അല്ല കേട്ടോ, നമ്മുടെ ഹെയറിനെ മോയ്സ്ചർ ആക്കി വെക്കാൻ പറ്റുന്ന അടിപൊളി മാസ്കുകളൊക്കെ ഇഷ്ടംപോലെ DIY മാസ്കുകളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെയുള്ള മാസ്കുകൾ നമ്മൾ വീക്ക്ലി ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് പറഞ്ഞു തരട്ടെ. വേറെ ഒന്നുമല്ല, നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവും തൈര്, കേട് അല്ലെ. അതൊരു 3 to 4 ടേബിൾ സ്പൂൺ എടുക്കുക, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഇനി തണുപ്പൊന്നും പ്രശ്നമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് മീൻസ് എന്താ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിന്റെ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം. നെങ്കിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞോളൂ. അടിപൊളി റിസൾട്ട് ആണ്. നമ്മുടെ ഹെയർ നല്ല രീതിക്ക് മോയ്സ്ചറായി എന്തോ ഞാൻ പറയുന്ന പിള്ളേര്, നമ്മുടെ ഹെയർ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. കേട് ഒറ്റ ഇൻഗ്രീഡിയന്റ് മാത്രം മതി, വേറെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം പോരാന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് മിക്സ് ചെയ്യാം, ഹണി മിക്സ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ വെച്ച് ഒന്നും കൂടെ മോയ്സ്ചറായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ മുടി സിൽക്കി ആൻഡ് സ്മൂത്തി ഒക്കെ ആയിട്ടിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു മാസ്കുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഇപ്പം എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ റിവൈൻഡ് അടിച്ച് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ വീക്ക്ലി ഒരു 2 to 3 ടൈംസ് എങ്കിലും വാഷ് ചെയ്യാനായിട്ട് നോക്കുക. 2 ടൈംസ് ഒക്കെ ആണെങ്കിലും മതി കേട്ടോ. 2 ടൈംസ് എങ്കിലും വാഷ് ചെയ്ത് നോക്കുക. അത് നമ്മൾ ഷാമ്പൂ വെച്ചിട്ട് ചെയ്യാനാണ്. ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്യുക. ഷാമ്പൂ ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ സെറം ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അത് നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഹെയറിന്റെ പ്രോബ്ലംസ് ഒക്കെ ഹെയറിനെ വലിയ രീതിക്ക് ഡാമേജ് ആക്കാതെ പ്രൊട്ടക്ട് ചെയ്തോളും. സോ സെറം യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീക്ക്ലി ഒരു 1 ടൈം എങ്കിലും നിങ്ങൾ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അത് നമ്മുടെ DIY മാസ്ക് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീക്ക്ലി കെയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് മന്ത്ലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി ഒരു നല്ലൊരു സലൂണിൽ പോയിട്ട് ഹെയർ സ്പാ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഹെയർ ഇപ്പോൾ ട്രീറ്റഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റഡ് ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനും ഡാമേജ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഒരു സ്പാ ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് നിങ്ങൾ എന്തെങ്കിലും നല്ല സലൂണിൽ പോയിട്ട് സ്പാ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതാണ് നമുക്ക് മന്ത്ലി ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. പിന്നെ ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ 2 വീക്സിൽ ഒരു 1 ടൈം ഒക്കെ നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ. എന്നിട്ട് സ്കാൽപ്പിൽ ഇടാനായിട്ട് നോക്കുക. നിങ്ങൾ ഹെയറിലോട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഹെയറിന് ഓയിൽ മസാജ് ചെയ്ത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോളൂ. അതൊന്നും നമ്മുടെ ഹെയറിനെ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിനെ
ബാധിക്കത്തൊന്നുമില്ല. നമ്മുടെ കാരണം നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി വരുന്ന മുടിയിലോട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യാം. അധികം നേരം വെക്കേണ്ട. നിങ്ങൾക്ക് അധികം നേരം വെക്കാതെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഷാമ്പൂ ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഹെയറിന്റെ അറ്റമൊക്കെ ഒന്ന് ട്രിം ചെയ്ത് വരുന്നത്, കട്ട് ചെയ്ത് വരുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലതായിരിക്കും. സ്പിറ്റ്നെസ് അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ കാറ്റടിച്ച് നമുക്ക് മുടിയുടെ അറ്റമൊക്കെ വല്ലാണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം. അത് മാത്രമല്ല, അത് നമ്മുടെ ഹെയറിന് നല്ലതാണ് അങ്ങനെ ചെയ്യണം. നമ്മൾ വെറുതെ മുടി വീഴട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹെയർ കട്ട് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ഹെയറിന്റെ അറ്റം നമുക്ക് 3 to 4 മന്ത്സ് ഒക്കെ ഉള്ളിൽ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാം. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയറിൽ, ട്രീറ്റഡ് ഹെയറിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ചീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതിന്റെ പല്ലുണ്ടോ, ഇതിന്റെ കൊമ്പിന്റെ പല്ല് അകന്നിരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. നമുക്ക് ഹെയർ ഇങ്ങനെ ജട പിടിച്ചിട്ട് എന്താ പറയാ, ജട പിടിച്ചിരിക്കുന്നൊക്കെ പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ചെറിയ കോമ്പ് ഉപയോഗിക്കുമ്പം നമ്മുടെ ഹെയർ അത്രയും കൂടെ പാടായിരിക്കും അതിന്റെ ചെടിയൊക്കെ കളയാൻ വേണ്ടിയിട്ടും. അപ്പൊ നമ്മുടെ ഹെയർ പൊട്ടി പോകാനായിട്ടൊക്കെ അത് ചാൻസ് കൂടുതലാവും. സോ നിങ്ങൾ മാക്സിമം ഹെയർ കോമ്പിന്റെ പല്ലകത്തുനിന്നുള്ളത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നമ്മുടെ ഹെയറിനെ പൊട്ടുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പൊ ട്രീറ്റഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഹീറ്റ് അവോയ്ഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക, കേൾ ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് വിട്ടേക്കുക. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഹെയറിന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ പില്ലോ, സാറ്റിൻ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നമ്മുടെ ഹെയർ ഡാമേജ് ആക്കുന്നില്ല. സാധാരണ കോട്ടൺ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഹെയർ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് ഉറങ്ങിയിറങ്ങിയ ഹെയറിന് ഡാമേജ് സംഭവിക്കും. സോ സാറ്റിൻ പില്ലോ കവേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. സോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കാതിരിക്കുക. മാക്സിമം ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ടൈറ്റ് ആയിട്ട് നമുക്ക് മുടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ആവാൻ വേണ്ടിയിട്ടും അത് കാരണമാവുന്നുണ്ട്. സോ നമ്മൾ ഹെയർ ടൈ ചെയ്യാതിരിക്കുക. മാക്സിമം ലൂസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഹെയർ ഫ്രീ ആക്കി വിടുക. ഇതൊക്കെയാണ് നമ്മുടെ ട്രീറ്റഡ് ഹെയർ നമുക്ക് ട്രീറ്റ് ചെയ്ത പോലെ തന്നെ സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സ് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു, നമ്മുടെ ഹെയർ കെയർ റുട്ടീനെ കുറിച്ചിട്ടായിരുന്നു. അതായത് വീക്ക്ലി ആൻഡ് മന്ത്ലി നമ്മൾ ഇപ്പൊ ട്രീറ്റഡ് ഹെയറിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ ട്രീറ്റ് ചെയ്തപ്പോൾ, സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഈ ഒരു ഹെയർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, ഇന്നത്തേക്ക് ഞാനിപ്പോൾ ചെയ്തു ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നെങ്കിൽ, അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ടാവും, അറിയാവുന്നവരുണ്ടാവും കേട്ടോ. അറിയില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന DIY ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാം. സോ നമുക്ക് ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് ആണ്. ബൈ.